ഏതാനും ദിവസങ്ങൾക്ക് ശേഷം യേശു തമ്പുരാൻ വീണ്ടും കഫർന്നഹൂമിൽ പ്രവേശിച്ചു. അവൻ ഭവനത്തിലുണ്ടെന്നറിഞ്ഞ് വളരെ പേർ വാതിൽക്കൽ പോലും സ്ഥലമില്ലാത്ത വിധം വന്നുകൂടി. അവൻ അവരോട് തിരുവചനം സംസാരിച്ചു കൊണ്ടിരുന്നു. 4 ആളുകൾ ചുമന്ന ഒരു പക്ഷവാത രോഗിയെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം മൂലം അവനെ സമീപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവർ മേൽക്കൂരയിൽ കയറി യേശു തമ്പുരാൻ ഇരുന്നിരുന്ന സ്ഥലത്തിന്റെ മേൽത്തട്ട് പൊളിച്ച് ആ പക്ഷവാത രോഗി കിടന്നിരുന്ന കട്ടിൽ താഴോട്ടിറക്കി. യേശു തമ്പുരാൻ അവരുടെ വിശ്വാസം കണ്ടിട്ട് ആ പക്ഷവാത രോഗിയോട്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ വേദപണ്ഡിതന്മാരിലും പരീശന്മാരിലും ചിലർ ഇത് കേട്ടിട്ട്, ഇവൻ ദൈവദൂഷണം പറയുന്നത് എന്ത്? ഏകദൈവത്തിനല്ലാതെ പാപങ്ങളെ ക്ഷമിപ്പാൻ മറ്റാർക്ക് കഴിയും എന്നവർ തങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ചു. എന്നാൽ അവർ തങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വിചാരിക്കുന്നുവെന്ന് യേശു ആത്മാവിലറിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങളെ ക്ഷമിപ്പാൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പക്ഷവാത രോഗിയോട്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, നീ എഴുന്നേറ്റ് നിന്റെ കട്ടിലെടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം? അവൻ അനന്തരം ആ പക്ഷവാത രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, നീ എഴുന്നേറ്റ് നിന്റെ കട്ടിലെടുത്തുകൊണ്ട് ഭവനത്തിലേക്ക് പോവുക. ഉടൻ തന്നെ അവൻ എഴുന്നേറ്റ് തൻ്റെ കട്ടിലെടുത്തുകൊണ്ട് എല്ലാവരും കാണുകയെ പുറപ്പെട്ടു. എല്ലാവരും വിസ്മയിച്ച്, ഇങ്ങനെ ഒരു നാളും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.